ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തമിഴ്നാട് സ്വദേശികളായ ഡി മണി, ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. തിരുവനന്തപുരത്ത് ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. 6 അനന്തര വിവരങ്ങളുണ്ടായിരുന്നത്. ഏകദേശം 10:30 ശേഷം തുടങ്ങിയ ചോദ്യം ചെയ്യലാണ് മണിക്കൂറുകളേറെ പിന്നിട്ടിരിക്കുന്നു. ഇത്രയും സമയം നീണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൃത്യമായി SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതാം, അല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഇന്ന് ഇപ്പോൾ SITയുടെ ഈഞ്ചക്കൽ ഓഫീസിൽ നടക്കുന്നത്. ഈ കേസിൽ ബന്ധമുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഡി മണിയും സംഘത്തെയും ചോദ്യം ചെയ്യുകയാണ്. രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ്. ഏതാണ്ട് 7 മണിക്കൂർ പിന്നിടുകയാണ് ഈ ചോദ്യം ചെയ്യൽ. ഇതുവരെ അവരെ വിട്ടിട്ടില്ല. ഡിണ്ടിഗലിൽ നിന്ന് രാവിലെ ഈ ഡി മണി എന്ന് സംശയിക്കുന്ന MS മണി എന്ന സുബ്രഹ്മണ്യനും ഒപ്പം തന്നെ അയാളുടെ കൂട്ടുകാരനായ ബാലമുരുകൻ, ശ്രീകൃഷ്ണൻ, ഈ 3 പേരാണ് എത്തിയത്. അവർ രാവിലെ തന്നെ 2 SP മാരുടെയും നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. അതിനിടയിൽ 1 മണിക്കൂർ ADGP H വെങ്കടേഷും ഈ ചോദ്യം ചെയ്യലിൽ പങ്കുചേർന്നു. അതിനുശേഷം ഇവരെ ഒറ്റയ്ക്കിരുത്തിയും കൂട്ടായിട്ടിരുത്തിയും ഒക്കെയുള്ള ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് എന്താണ് SITയുടെ നിലപാട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. അവരെ ഇതുവരെ വിട്ടയച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴും സംശയങ്ങൾ ബാക്കിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ചെയ്യൽ ഇത്രയും നീളുന്നത്. കാരണം നേരത്തെ ഈ ഡിണ്ടുകളിൽ പോയി SIT സംഘങ്ങൾ മൊഴിയെടുക്കുമ്പോൾ അന്ന് ഈ മണി പറഞ്ഞിരുന്നത് ഞാൻ ഡി മണി അല്ല, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. പിന്നീട് അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാത്രമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ അയാൾക്ക് നിരവധി ബിസിനസ്സുകളുണ്ടെന്നും പല പേരുകൾ അയാൾക്കുണ്ടെന്നും ഒക്കെ വ്യക്തമായിരുന്നു. അപ്പോൾ ഒരുപാട് സംശയങ്ങളുടെ മറയുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ സാമ്പത്തിക ഇടപാടുകൾ, അയാളുടെ കേരളത്തിലെ കണക്ഷൻസ് ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഒപ്പം ഇയാൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ഏതെങ്കിലും പ്രതികളുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഇതാണ് ഡി മണി, താൻ ഉദ്ദേശിച്ച ഡി മണി എന്ന് ഈ മൊഴി നൽകിയ വ്യവസായി SIT അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ആൾ ഇത് തന്നെയാണ് എന്നുള്ളൊരു ഊഹം SITക്കുണ്ട്. പക്ഷേ സ്വർണ്ണക്കൊള്ള കേസുമായി എന്താണ് ബന്ധം? അത് വ്യവസായി പറഞ്ഞതുപോലെ ശബരിമലയിലെ ഉരുപ്പടികൾ ഇയാൾക്കാണോ കൈമാറിയത്, ഇയാൾ വഴി മറ്റെവിടെയെങ്കിലും പോയോ? ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിലേക്ക് അത് മാറുകയും ചെയ്യും. രമേശ് ചെന്നിത്തല നൽകിയ വിവരം അത് ശരിയാണെന്ന് വരികയും ചെയ്യും. ദിവിഷൻ ശരി. 6 അനന്തരമാണ് വിവരങ്ങൾ നൽകിയത്. മണിക്കൂറുകളേറെയായി ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതായത് വളരെ നിർണായകമായ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാണ്.